நம்ம தமிழ்நாடு கவர்மெண்ட் இருக்கிற அந்த நிலைமையை பத்தி நான் உங்ககிட்ட நான் சொல்லணும். கிட்டத்தட்ட 10 ലക്ഷം കോടിക്ക് മേലെ കടൻ വാങ്ങി വെച്ചിട്ട് പോയിരിக்கிற അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ 10.5 ലക്ഷം കോടി കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കണ്ടന്റ് വീഡിയോ ആണ്. നമ്മുടെ വിജയ് CM ആയിട്ട് വന്ന ഉടനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ തമിഴ്നാട്ടിൽ ഇത്രയും ലക്ഷം കോടി കടം ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം വിജയ് തമിഴൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ വിജയ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയ് ആ സിനിമയിൽ ഒരു സീനുണ്ടായിരുന്നു, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് വിജയ് പറ്റിയ ആ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററിന് അയക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ ഇത്ര ലക്ഷം കോടി കടമുള്ളതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലാണ് അയക്കുന്നത് ഗൈസ്. അപ്പോൾ അതിനെപ്പറ്റി ഇനി നമ്മളിനി അഡ്രസ്സ് എടുക്കണം, എത്ര കോടി കടന്ന് നോക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം, എല്ലാം കൂടെ ആക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ലാപ്പിൽ ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽസ് നോക്കാമെന്ന് വിചാരിച്ചപ്പം ലാപ്പിൽ ചാർജ് ഇല്ല ഗൈസ്, തേഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് മൊബൈലിൽ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോക്കണം ഗൈസ്. അപ്പോൾ 77.58 മില്യൺ അല്ലെങ്കിൽ 7.76 കോർസാണ് അപ്പോൾ തമിഴ്നാട്ടിൻ്റെ പോപ്പുലേഷൻ ഗൈസ്. അങ്ങനെ തമിഴ്നാടിൻ്റെ കടം എന്ന് പറയുന്നത് 9.52 ലാക്ക് കോർ അല്ലെങ്കിൽ 10.4 ലാക്ക് കോർ, ഇതിനകത്താണ് വരുന്നതായിട്ടാണ് നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരാൾക്ക് 1,28,865 രൂപ വെച്ചാണ് ഒരാൾക്ക് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ളത് ഗൈസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ലെറ്റർ എഴുതണം. ലെറ്റർ എഴുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള തുക, അത് എത്രയായാലും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള തുക നമ്മൾ വെച്ച് കൊടുക്കുകയായിരിക്കും. അതേപോലെ നിങ്ങളും ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. എത്രമാത്രം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് അറിഞ്ഞൂടെ, നെഗറ്റീവായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലെറ്റർ കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ലെറ്റർ അടിച്ച് കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഉണ്ടല്ലോ ഗൈസ്, ഇതാണ് ലെറ്റർ. ഇനി സൈൻ ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അയക്കണം. ഇതിപ്പോൾ ഈ കണ്ടന്റ് ഞാൻ ചെയ്യുന്ന മുമ്പ് 2-3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിൽ ചെക്ക് ലീഫ് വെച്ചാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എൻ്റെ വിജയ. ചെക്ക് ലീഫ് അല്ല വെച്ച് അയക്കുന്നത്, നമ്മൾ പേയ്മെന്റ് ആണ് വെച്ച് അയക്കുന്നത്. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് വെച്ചാണ് അയക്കുന്നത്. അത് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള ക്യാഷാണ് അയക്കുന്നത്. അഡ്രസ്സ് എഴുതി അകത്ത് ലെറ്റർ ഉണ്ട്. ലെറ്റർ അയക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഫണ്ട് അയച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാത്ത കാരണം ഞാൻ ഫീമെയിൽ സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അയച്ചതിന് ശേഷം ഇതേപോലത്തെ റെസീപ്റ്റ് വരും, ഉണ്ടല്ലോ. റെസീപ്റ്റും കിട്ടും. പിന്നെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അവിടെ ഒരു OTP പോലത്തെ ഒരു സംഭവം നമുക്ക് വന്നേക്കും. അപ്പോൾ നമ്മളും ആ ഒരു കടമ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം വെച്ചാൽ നമ്മൾ തമിഴെന്ന് പറഞ്ഞ ആ ഒരു മൂവിയിൽ വിജയ് പറഞ്ഞ ആ ഒരു സീൻ അനുസരിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ആ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ മൊത്തமாக முடியலனா கூட നമ്മളാൽ മുടിഞ്ഞത് അനുപ്പണുങ്ങ. എൻ്റെതായിട്ടുള്ള കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളായിട്ടുള്ള കടമ മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ ഗൈസ്. ഞാൻ മാനസ്തൻ ഏൻ പങ്കെന്ന് അനുപ്പിട്ടேன். അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.